കോൺഗ്രസ് നേതാവ് രാജു പി നായർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജു, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, അതായത് പരിസ്ഥിതി ദിന പരിപാടി സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രധാന ഹാളിൽ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ഈ ഒരു ചിത്രത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെ ഒരു ബഹിഷ്കരണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? വടകെത്താം. ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നത തുടരുകയാണ്. കൃഷിമന്ത്രി പരിപാടി നിലവിൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു സർക്കാർ പരിപാടിയിൽ ഭാരതമാതാവിനെ പോലുള്ള ചിത്രങ്ങളൊന്നും തന്നെ വെക്കരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഒരു സർ, കേൾക്കാമോ? സാർ, നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അങ്ങ് മനസ്സിലാക്കി കാണും. രാജ്ഭവനിൽ കൃഷി വകുപ്പ് നടത്താനിരുന്ന പരിസ്ഥിതി ദിന പരിപാടിയാണ് സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുന്നത്. പ്രധാന ഹാളിൽ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള ഒരു അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബഹിഷ്കരണത്തിലേക്കൊക്കെ കടന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, കേരളത്തിലെ രാജ്ഭവനെ RSSന്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ബഹുമാനായ BJPയുടെ നേതാവ്, കേരളത്തിലെ ഗവർണറും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ RSSകാരാണെന്ന് പറഞ്ഞു. RSS മാത്രമല്ല, പല രാഷ്ട്രീയ ആശയങ്ങളിൽ നിൽക്കുന്ന, പല രാഷ്ട്രീയ സംഘടനകളിൽ നിൽക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതും ജനപ്രതിനിധികളാവുന്നതും അതിൽ നിന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത്. പക്ഷെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ആണെന്നുള്ള ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് BJPയുടെ ധാർഷ്ട്യം മാറിയിരിക്കുന്നതാണ്. കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിമാരുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഗവർണർമാരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ആരെങ്കിലും ക്ലിഫ് ഹൗസിൽ വെച്ചോ രാജ്ഭവനിൽ വെച്ചോ കോൺഗ്രസിന്റെ പാർട്ടി യോഗം വിളിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ സമ്മതിക്കും. അപ്പോൾ രാജ്ഭവൻ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ളതും ഈ രാജ്യത്തെയും ആ സമൂഹത്തിലെ ആ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് അത് എന്നുള്ള ബോധ്യം ഇവർക്കില്ലാതെയായി മാറിയിരിക്കുന്നുള്ളതാണ്. ഇവര് ഈ രാജ്യത്തെ സംവിധാനത്തെ മുഴുവൻ RSS ആക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു സംശയവും നടക്കില്ല. അതിവിടെ നടത്താൻ നമ്മൾ അനുവദിക്കുകയില്ല. ഇവിടെ പ്രശ്നം അവരെക്കാൾ കൂടുതൽ അവരോട് പോരിടാൻ കഴിയാത്ത, നെല്ലിടാൻ കഴിയാത്ത, അവരോട് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന CPM ആണ്. ഇത്തരത്തിലുള്ള ടോക്കണിസം കൊണ്ടൊന്നും അല്ല ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത്. അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്ന ടോക്കണിസം ഒന്നുമല്ല. എവിടെയായിരുന്നു ഈ കൃഷിമന്ത്രി, ഈ ആർലേക്കർ? ആരെ ഈ ആർലേക്കർ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും ആയുധ വിപ്ലവത്തിലൂടെ നടത്തിയതാണ്, സത്യാഗ്രഹത്തിലൂടെ അല്ല എന്ന് പറയുന്ന ഒരാളാണ്. ബീഹാർ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയുധമെടുത്ത് പോരാടി നേടിയതാണ്, സത്യാഗ്രഹത്തിലൂടെ നേടിയതല്ല എന്ന് പറയുന്ന ഒരു RSSകാരനെ അയാളുടെ വീട്ടിൽ പോയി അയാളെ കൊണ്ടുവന്ന് തനിക്ക് പിറന്നാൾ ആഘോഷം നടത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഉച്ചയൂണിനും വിരുന്നിനും ക്ഷണിക്കുകയും അവരോടൊപ്പം പോയിരുന്ന് കേന്ദ്രത്തിന്റെ മന്ത്രിമാരെ കാണുകയും ഒക്കെ ചെയ്യുമ്പോ ഇതൊന്നും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നടിക്കുന്ന ആണെന്നൊന്നും കൃഷിമന്ത്രി ധരിക്കരുത്. കൃഷിമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നിൽക്കരുത്. ഈ ഗവർണറുടെ മുന്നിലും മുൻപത്തെ ഗവർണറുടെ മുന്നിലും സാഷ്ടാംഗ പ്രണാമം നടത്തിയിരുന്ന RSSുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു വർഗീയവാദിയാണ് പിണറായി വിജയൻ. ഇല്ലേ? ആ കണ്ണൂർ സർവകലാശാലയിൽ VCA നിയമനത്തിന് വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ വന്ന്, താൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് തന്റെ കാല് പിടിച്ചു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഗവർണറല്ലേ, ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ? അർലേക്കർ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം മനസ്സിലാക്കാതെയാണോ അദ്ദേഹത്തോടുള്ള ചങ്ങാത്തം വന്നത്? അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ദേശാഭിമാനി ലേഖനം വരെ എഴുതിയില്ലേ? അപ്പൊ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ടോക്കണിസം കൊണ്ട് നടപ്പാക്കേണ്ടതല്ല, നിലപാടുകളിലെ കാഠിന്യം കൊണ്ടും നിലപാടുകളിലെ വ്യക്തത കൊണ്ടും വരുത്തേണ്ടതാണ്. അതിന് പകരം അവരോട് ചെയ്യാവുന്ന സന്ധി മുഴുവൻ ചെയ്യുകയും അഴിമതിക്കും ഉൾപ്പെടെയുള്ള ആ ബന്ധങ്ങൾ ഉപയോഗിക്കുകയും മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുകയും എന്നിട്ട് കേരളത്തിൽ പിണറായി വിജയൻ ഒരുക്കുന്ന ഇക്കോസിസ്റ്റത്തിൽ BJPക്ക് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നാടകവുമായിട്ട് ഇറങ്ങരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫാസിസ്റ്റ് വിരുദ്ധതയുണ്ടെങ്കിൽ ആ ഫാസിസ്റ്റ് വിരുദ്ധ ഭരണപരമായ നടപടികളിൽ ഉൾപ്പെടെ രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ ഉൾപ്പെടെ ഉണ്ടാവണം. അതല്ലാതെ ഈ ടോക്കണിസം കാണിച്ച് ഏതെങ്കിലും ചിത്രത്തിന്റെ പേരിലൊന്നും ടോക്കണിസം കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ ആ വിഴിഞ്ഞത്തെ വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് പിണറായി വിജയന്റെ സമ്മതത്തോടു കൂടിയാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു പരിപാടിയിൽ, അതിന്റെ ഉദ്ഘാടനത്തിൽ നടക്കുന്ന പരിപാടിയിൽ ആരിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘാടകരാണ്. അതല്ലാതെ ഉദ്ഘാടകനായിട്ട് വരുന്ന ആളല്ല സംഘാടകരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ട് വിളിച്ചിരുത്തി അവിടെ രാജീവ് ചന്ദ്രശേഖർക്ക് സ്പേസ് കൊടുക്കുകയും മകളുമായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും അതേസമയം താഴത്ത് മരുമോൻ മന്ത്രി എന്ന് രാജീവ് ചന്ദ്രശേഖരെ പരിഹസിച്ചുകൊണ്ട് CPMന്റെ സൈബർ സഖാക്കൾക്ക് ട്രോൾ ഇടാനും അല്ലെങ്കിൽ സൈബർ മേഖലയിൽ അവർക്ക് ചീത്ത വിളിക്കാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക.
നിങ്ങൾ അതിനെതിരാണെങ്കിൽ ആ രാജീവ് ചന്ദ്രശേഖരെ വേദിയിൽ ഇരുത്താൻ കഴിയില്ല എന്ന നിലപാടല്ലേ എടുക്കേണ്ടത്. അത് ഇരുത്തിയെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട എന്ന് പറയുന്നതല്ലേ നിലപാട്. അല്ലാണ്ട് പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് സാഷ്ടാംഗ പ്രണമിച്ച് രാജീവ് ചന്ദ്രശേഖരെ അവിടെ കൊണ്ട് നിർത്തി എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയും എന്നിട്ട് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി താഴെ ഇരുന്ന് അയാൾക്കത് വിമർശനവും ഉന്നയിക്കുന്ന ഇരട്ടത്താപ്പ് എന്തിനാ? അത് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫാസിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നതൊന്നും നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് സിപിഎമ്മിനെ ഓർപ്പിക്കുക. അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം സന്ധി ചെയ്യുക എന്ന് മാത്രമാണ് നടക്കുന്നത്. കാലാകാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ആ വർഗീയതയോട് സന്ധി ചെയ്തിട്ടുള്ള ചരിത്രം മാത്രമേ സിപിഎമ്മിനുള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഈ അന്തർധാരയും എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശരി, വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. പ്രധാന ഹാളിൽ സ്ഥാപിച്ച ഭാരതമാതാവിൻ്റെ ചിത്രത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ തുടരുന്നത്. കൃഷിമന്ത്രി ഇക്കാരണം ആരോപിച്ച് പരിപാടി ബഹിഷ്കരിച്ചു. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ചിത്രം സംബന്ധിച്ചും കൃഷിവകുപ്പ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് ദർബാർ ഹാളിലേക്ക് മാറ്റിയായിരുന്നു പിന്നീട് പരിപാടി നടത്തിയത്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിമർശിച്ച കൃഷിമന്ത്രി രംഗത്തെത്തി. അതേപോലെ തന്നെ ഈ ഭൂപടത്തിൽ കുറിച്ചും ആരോപണങ്ങൾ ഉണ്ടായി. ചിത്രത്തിൽ ഉപയോഗിച്ച ഭൂപടം ഇന്ത്യയുടെ ശരിയായ ഭൂപടം അല്ല എന്ന കുറ്റപ്പെടുത്തലും ഉണ്ടായിരിക്കുകയാണ്.